വിശേഷം സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആമസോൺ ഡ്രസ് ഹോൾ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു 3-4 ഡ്രസ്സ് ഞാൻ മേടിച്ചായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു റിവ്യൂ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു ആമസോൺ കുർത്ത സെറ്റ് ഹോൾ ചെയ്യണം ഞാൻ കുറച്ച് ആളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ ബ്ലെൻഡ് ആണ്. പക്ഷേ ഇത് ഞാൻ മേടിച്ച സമയത്തുണ്ടല്ലോ, റയോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ. പക്ഷേ ഇത് ആഫ്റ്റർ വാഷ് ആണ് കേട്ടോ. ഞാനൊന്ന് വാഷ് ചെയ്തായിരുന്നേ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ മേടിച്ച സമയത്ത് പക്ക റയോൺ മെറ്റീരിയൽ ആണ്. എനിക്ക് തോന്നുന്നു ഇനി ഭയങ്കര വെയിലത്തൊന്നും ഇട്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും കുറച്ചുകൂടെ കട്ടി വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിന്. അപ്പോൾ ഇത് ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ്. ഭയങ്കരമായിട്ട് അങ്ങനെ കളറൊന്നും പോയില്ല, ചെറുതായിട്ടെന്തോ കളർ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ്, യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ. അല്ലെങ്കിൽ ബ്ലൂ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഈ ഒരു ഞാൻ ഇവിടെ വീഡിയോ കൊടുത്തേക്കാം. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമാണ്. കോളർ നെക്ക് പ്ലസ് 3/4 സ്ലീവ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്. പലാസോ പാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ദുപ്പട്ടയ്ക്ക് വലിയ ലെങ്ത് ഇല്ല ഇൻ ദ സെൻസ് മീൻസ് എനിക്ക് 2.5 മീറ്റേഴ്സ് എങ്കിലും മിനിമം വേണം എനിക്ക് ദുപ്പട്ടയ്ക്ക് ലെങ്ത്. സോ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ലെങ്ത് വൈസ്. ബാക്കി ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊന്നൊരു 2.25 മീറ്റർ ഒക്കെയാണ് ദുപ്പട്ടയ്ക്ക് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. ഞാൻ മിക്കവാറും ഇത് ഇടാൻ പോകുന്നതല്ല, ഞാൻ ഇത് ദുപ്പട്ട ഇല്ലാതെ ഇടത്തുള്ളൂ. സോ ദുപ്പട്ട ഇല്ലാതെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ് കേട്ടോ വരുന്നത്. കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു എക്സ്ട്രാ എന്താ പറയുന്ന ഒരു ബോർഡർ വന്നിട്ടുണ്ട് കോളറിന്റെ അവിടെ. വി നെക്കാണ് വന്നിരിക്കുന്നത്. സോ നല്ല രസമുള്ളൊരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് ദുപ്പട്ടയ്ക്ക് ഒരു ഇച്ചിരിയും കൂടെ ലെങ്ത് വേണമെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് പലാസോ പാൻസ് ആണ്. അതിപ്പോഴും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. സോ എന്തായാലും എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ വീഡിയോയുടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ പലാസോ പാൻസ്. അയ്യോ, ഇതിന്റെ ദുപ്പട്ട ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ ദുപ്പട്ട. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതും ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു ബ്ലൂ ഡ്രസ്സ്, അതിന്റെ തന്നെ സിമിലർ സംഭവമാണ്. അത്യാവശ്യം സിമിലർ വർക്കാണ്. പക്ഷെ അവർ കാണിക്കുന്ന പിക്കിന്റെ അകത്തെ പോലത്തെ ഒരു കളർ അല്ല കേട്ടോ എനിക്ക് വന്നപ്പോൾ കിട്ടിയത്. കാരണം കാണിച്ച കളർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത് കണ്ടോ, കാണിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഒരു യെല്ലോ ഷെയ്ഡാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഒരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. പിക്കിൽ കാണുന്ന ഷെയ്ഡിനേക്കാൾ ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ഓൾറെഡി ഇത് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിന്റെ റിവ്യൂ ഒക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ആ ഒരു ഷെയ്ഡ് അല്ല വരുമ്പോൾ ഉണ്ടാവുക എന്ന്. അപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിന്റെ എല്ലാ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. കോളർ നെക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ അലക്കിയിട്ടില്ല കേട്ടോ, ഇത് ആഫ്റ്റർ വാഷ് അല്ല. ഇത് എനിക്ക് ഇന്നലെ എങ്ങാണ്ട് വന്നതേ ഉള്ളൂ ഈ ഡ്രസ്സ്. അപ്പോൾ മിക്കവാറും അതുപോലെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആവും. കാരണം ഇത് റയോൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. കോളർ നെക്കാണ്. അതും ഇതേപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കോളറിനകത്ത്. അത്യാവശ്യം ഇവിടെയൊക്കെ ഈ ഒരു പ്ലീറ്റ്സ് ഭയങ്കരമായിട്ട് അങ്ങനെ വിടുന്ന് കിടക്കുന്ന പ്ലീറ്റ്സ് ഒന്നും അല്ല കേട്ടോ. ഇതിന് മുന്നേ കാണിച്ച ഡ്രസ്സ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയ ഗാലറിങ്സ് പോലെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല. പലാസോ പാൻസ് ആണ് കേട്ടോ ഇതിനും വരുന്നത്. ഇങ്ങനത്തെ ഒരു പലാസോ പാൻസ് ആണ് ഇതിന് വരുന്നത്. നല്ല രസമുണ്ട്. ടോപ്പും ബോട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനും ദുപ്പട്ടയ്ക്ക് ഭയങ്കര വലിയ ലെങ്ത് ഒന്നുമില്ല. പക്ഷെ ആ ബ്ലൂ ഡ്രസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനൊരു ഇച്ചിരി കൂടെ ലെങ്ത് എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും 2.5 മീറ്റർ എങ്ങനെ പോയാലുണ്ടല്ലോ, ദുപ്പട്ട ഉള്ള ഡ്രസ്സിന് ഭംഗി കിട്ടണമെങ്കിൽ ദുപ്പട്ടയ്ക്ക് ഒരു 2.5 മീറ്റർ വേണം. അല്ലെങ്കിൽ ആ ഒരു ഭംഗി എന്തായാലും കിട്ടത്തില്ല. എനിക്ക് എങ്ങനെ പോയാലും 2.5 മീറ്റർ എങ്കിലും ദുപ്പട്ടയ്ക്ക് ലെങ്ത് വേണം. എന്നാലാണ് കേട്ടോ ആ ഒരു ഡ്രസ്സിന്റെ ഭംഗി, അല്ലെങ്കിൽ ആ ഒരു ഫുൾ അറ്റയർ കാണാനായിട്ട് ഭംഗി ഉണ്ടാവത്തുള്ളൂ. മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത് ഇത് ഏതാണ്ടൊരു ഷിഫോൺ ആണോ അങ്ങനെ എന്തോ മെറ്റീരിയൽ ആണ്. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം പറന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ്. അപ്പോൾ ഞാൻ ഈ 2 ഡ്രസ്സും ഞാൻ ദുപ്പട്ട ഇല്ലാതെ ഇടത്തുള്ളൂ. സോ ദുപ്പട്ട ഇല്ലാതെ ഇടാനാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ ഇത് ദുപ്പട്ട ഇല്ലാതെ ഇടുമായിരിക്കും നല്ലത്. പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ദുപ്പട്ടയിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. സോ 2.25 മീറ്റർ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ദുപ്പട്ടയിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 ഡ്രസ്സും അടിപൊളിയാണ്. സോ ഇതിന്റെ 2ന്റെയും വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ആ ഒരു ബ്ലൂവിന്റെ ദുപ്പട്ടയും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം പറന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് ഡ്രസ്.
ഒരു 3 പീസ് കുർത്ത സെറ്റ്. ദെൻ തേർഡ് ഡ്രസ്സ് വന്നിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ബേബി പിങ്കും വൈറ്റും ഗ്രീനും ഒരു എന്താ പറയുക, ഒരു പക്ക ഒരു എലഗൻ ലുക്ക് തരും കേട്ടോ ഈ ഒരു 3 ഷെയ്ഡ്സിന്റെയും കോമ്പിനേഷൻസ് വരുമ്പോഴത്തേക്കും. സത്യം പറഞ്ഞാൽ ആമസോണിലെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് വരുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല എന്നാ. പക്ഷെ സത്യം പറയാലോ, എനിക്ക് പേഴ്സണലി നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സോ പലാസോ പാൻസ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് പ്യോർ കോട്ടൺ ആണ്. ബേബി പിങ്കും അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സ്, ബേബി പിങ്കിലെ റോസസും ഗ്രീൻ ലീവ്സും വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലാസോ പാൻസ് ആണ്. പോക്കറ്റ്സ് ഇല്ല തോന്നുന്നു, ഇല്ല കേട്ടോ പോക്കറ്റ്സ് ഇല്ല. മറ്റേതിന് ഒന്നിനും പോക്കറ്റ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിന്റെ ബോട്ടം. ടോപ്പ് ഇതേപോലെ, ടോപ്പും നല്ല എനിക്ക് ഇതിന്റെ ലേസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാണിച്ചു തരാവേ, ഇതിന്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലത്തെ ഇതിൻ്റെ ഒന്നിനെ ടാഗ് വരെ പൊട്ടിച്ചിട്ടില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇട്ടിട്ട് ഓൾട്ടർ ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ബ്ലൂ മാത്രം ഞാൻ കഴിയായിരുന്നു, അപ്പം അതിൻ്റെ പൊട്ടിച്ചായിരുന്നു. ഈ ഒരു ഡ്രസ്സ് നല്ല രസമാട്ടോ അത് കാണാനായിട്ട്. എനിക്ക് ഈ ഒരു മോഡൽ കോളർ ഭയങ്കര ഇഷ്ടം. പൊതുവേ എനിക്ക് കോളർ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ലേസ് കണ്ടോ, നല്ല രസമായിട്ടാണ് ഈ ഒരു ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമ്മുടെ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലും അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ ഭാഗം അല്ലേ അവിടെ അടിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല റിച്ച് ആയിട്ടാണ് ഈ ലേസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒട്ടും പിശുക്കിയിട്ടില്ല. ചില ഡ്രസ്സുകൾക്ക് ഞാൻ കാണാറുണ്ട്, അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അംബർല കട്ടിങ് ഉള്ള ഡ്രസ്സുകൾക്ക് ഞാൻ കാണാറുണ്ട് ഫുള്ളായിട്ട് ഡ്രസ്സിൽ വെക്കത്തില്ല കേട്ടോ. ഇതേപോലത്തെ ലേസ് ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ മാത്രം വെക്കും, എന്നിട്ട് ബാക്കിൽ ലേസ് ഇല്ല. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല കേട്ടോ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ്. പക്ഷെ ഇതിന്റെ ഫുള്ള് ഈ ഒരു ഡ്രസ്സിന്റെ ഓൾ ഓവർ ഡ്രസ്സ് ഈ ഒരു താഴത്തെ പോർഷനിൽ ഫുള്ളും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3/4 സ്ലീവ്സ് ആണ് കേട്ടോ. സ്ലീവ്സിന്റെ എൻഡിലായിട്ടും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. സോ കോളറിന് കൊടുത്തിട്ടുണ്ട്, സ്ലീവ്സിന് എൻഡിലും കൊടുത്തിട്ടുണ്ട്, ഏറ്റവും താഴത്തെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. ഇവിടെ വെച്ച് കട്ടിങ് വരും, എന്നിട്ട് താഴത്തേക്ക് അംബർല കട്ടിങ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്കി 2 ഡ്രസ്സുകളിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ദുപ്പട്ട. നല്ല ലെങ്ത് ഉള്ള, എനിക്ക് തോന്നുന്നത് 2.5 മീറ്റർ തന്നെ ഉണ്ടാകും ഇതിന്റെ ലെങ്ത്. അല്ലെങ്കിൽ എങ്ങനെ പോയാലും 2.5യുടെ അടുത്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ബാക്കി 2ഉം റയോൺ ബ്ലെൻഡ് ആയിരുന്നു. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇതിന് മുന്നേ കാണിച്ച 2 ദുപ്പട്ട സോഫ്റ്റ് അല്ലായിരുന്നു. യൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ നോക്കാം. അപ്പോൾ ഇതാണ് 3ാമത്തെ ഡ്രസ്സ്. 4ാമത്തെ ഡ്രസ്സ് വന്നിട്ട് താണ്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് ഇതേപോലെ വരുന്നുണ്ട്. നല്ല രസമാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് ഇൻഡിഗോ ഷെയ്ഡ്സിൽ വരുന്ന എല്ലാ ഡ്രസ്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളക്ഷൻ തന്നെ എനിക്കുണ്ട്. കാരണം എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റ് പ്ലസ് ഈ ഒരു ബ്ലൂ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും താഴെ ഈ ഒരു ലേസ് കണ്ടോ, ഏറ്റവും താഴത്തെ പോർഷനിൽ എനിക്ക് ഈ ലേസൊക്കെ വെച്ച ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ലേസ് താഴെ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ. പാതി വെച്ച് നിർത്തിയിട്ടില്ല, ഫുള്ള് ഈ ഒരു ലേസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടം ഞാൻ കാല് പൊക്കി കാണിക്കേണ്ടി വരും, ഞാനിവിടെ കൊടുത്തേക്കാം വീഡിയോ. ബോട്ടം ഒന്നുമില്ല, പ്യോർ വൈറ്റ് ബോട്ടമാണ്. ഞാനാണെങ്കിൽ ഇതേപോലത്തെ ഒരു പ്യോർ വൈറ്റ് ബോട്ടം, പെൻസിൽ ബോട്ടം നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ബാക്കി 3ന്റെയും ബോട്ടം പലാസോ പാൻസ് ആയിരുന്നേ. ഇതിന്റെ മാത്രം പെൻസിൽ ബോട്ടമാണ് കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തപ്പിക്കൊണ്ട് നടന്നൊരു ടൈപ്പ് ഓഫ് പെൻസിൽ ബോട്ടമാണ് വൈറ്റ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പെൻസിൽ ബോട്ടം. പിന്നെ ഇതിന്റെ ദുപ്പട്ട ഞാൻ കാണിച്ചു തരാവേ. ദുപ്പട്ട സത്യം പറയാലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവർ ഇതിന് ലെങ്ത് കൊടുത്തിട്ടില്ല. ഒരു ഇച്ചിരിയും കൂടെ, എന്തായാലും 2.25 മീറ്റർ ഇവരിട്ടു, എന്നാ പിന്നെ ഒരു കാലും കൂടി ഇട്ടിട്ട് അങ്ങ് അരയാക്കിക്കൂടെ, ഞാൻ അതാ വിചാരിക്കുന്നത്. നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ. കാരണം ഇതിന് ചുറ്റും നമ്മുടെ സ്ലീവ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ലേസ് ഇല്ലേ, അത് ഈ ഒരു ദുപ്പട്ടയുടെ ചുറ്റും ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ആണ്, പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണോ. ഈ ഒരു ഡ്രസ്സും ഇതിന് തൊട്ടു മുന്നേ കാണിച്ച ഡ്രസ്സും 2ഉം കോട്ടൺ ആണ്. 2 റയോൺ പ്ലാന്റ്. ഈ 2 മെറ്റീരിയലും പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. ഈ ഒരു ലേസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. 2.25 മീറ്റർ ആണ്. 3 ഡ്രസ്സിന്റെയും ഷോള് ഏകദേശം 2.25 മീറ്ററേ വരത്തുള്ളൂ. ഈ ഡ്രസ്സിന്റെ ഷോൾ 2.25 മീറ്റർ ആണെങ്കിലും എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ആമസോണിൽ നിന്ന് മേടിച്ച 4 3 പീസ്
കുർത്ത സെറ്റ്സ്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇടാനായിട്ട് പറ്റിയ അടിപൊളി ഡ്രസ്സസാണ്. കാരണം വയറൊന്നും അത്രയും നമുക്ക് മനസ്സിലാവത്തില്ല, മനസ്സിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ വയറൊന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ, ഇപ്പോൾ എൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കുറേ ഡ്രസ്സസൊക്കെ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് വരുമ്പോൾ വയറ് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു വയറിൻ്റെ പോർഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊന്ന് ലൈക്ക് നമുക്കൊരു ശ്വാസം മുട്ടുന്നൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഇടാനായിട്ട് പറ്റിയ ഡ്രസ്സായിരിക്കും. കാരണം ഇവിടെ കുറച്ചും കൂടെ ലൂസ് ആയിട്ടിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഫസ്റ്റ് ഓഫ് കോഴ്സ് ഈ ഒരു ഡ്രസ്സാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ബേബി പിങ്ക് വൈറ്റ് പ്ലസ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. സോ എല്ലാം കൊണ്ടും ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സെക്കൻഡ് വൺ വന്നിട്ട് ഇത് ഇവർക്ക് കുറച്ചും കൂടെ ദുപ്പട്ടയ്ക്ക് ലെങ്ത് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഞാൻ ഫസ്റ്റ് പൊസിഷൻ കൊടുത്തേനെ. അപ്പോൾ ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ രണ്ട് ഡ്രസ്സും ഒരുപോലെ ഇഷ്ടപ്പെടുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബാക്കി രണ്ട് ഡ്രസ്സും, അതിന് ദുപ്പട്ട എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ 4 ആമസോൺ കുർത്ത സെറ്റ്, 3 പീസ് കുർത്ത സെറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് പോയി പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതേപോലെ പുതിയ വീഡിയോ സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ലവ് യു, ടേക്ക് കെയർ ആൻഡ്